Have you ever wondered why people, young and old, are suddenly falling sick these days? എന്തുകൊണ്ടാണ് ഇത്തരത്തില് ചെറു ചെറിയ പ്രായത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു രോഗാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രോഗങ്ങളിലേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ്? ഈവൻ 20s അല്ലെങ്കിൽ 20കളിലും 30കളിലും 40കളിലും ഒക്കെ തന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസറുകള്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, മാനസികപരമായിട്ടുള്ള അസുഖങ്ങള്. അത് ഇന്ന ആൾക്കാരെന്നൊന്നുമില്ല. ഈവൻ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അധ്യാപകര്, സി പീപ്പിൾ ഹു നോ അബൌട്ട് ഹെൽത്ത്, ആരോഗ്യത്തു ആരോഗ്യത്തെക്കുറിച്ച് വലിയ ധാരണയും അറിവുള്ള ആൾക്കാര്, ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ്, ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ നേരിടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നുണ്ടാവുക? മറ്റൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് us ഗോ ഫോർ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്? നമ്മൾ എത്ര പേര് റെഗുലർ ആയിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്? ഇപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാറ്, ബൈക്ക് പോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് സർവീസ് ചെയ്യാറുണ്ട്. അതിന്റെ എഞ്ചിൻ ഓയിൽ മാറാറുണ്ട്, എയർ പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്, ഫിൽട്ടർ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ദ പ്രോബ്ലം ഈസ്, നമ്മൾ പലപ്പോഴും ഇതൊന്നും ചെയ്യാറില്ല. നമ്മുടെ ഏറ്റവും വലിയ വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെയാണ്. സോ ഹിയർ ഈസ് ദ ട്രൂത്ത് നോബഡി ടോൾഡ് അസ് ഇൻ സ്കൂൾ ഓർ കോളേജസ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു 35 മുതൽ 70-80 ട്രില്യൺ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടുള്ളതാണ്. ഓരോ കോശങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സോൾജിയറെ പോലെ, അതായത് ഒരു പട്ടാളക്കാരനെ പോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ബേസിക് യൂണിറ്റ് ആണ് ഇത്. ദിസ് ഇസ് പ്രൊട്ടക്ടിങ് യു, റിപ്പയറിങ് യു, ഹെൽപ്പിംഗ് യു ലിവ് ലോങ്ങർ. ബട്ട് ഈ കോശങ്ങള്, വെൻ ദീസ് സെൽസ് സ്റ്റോപ്പ് ഫങ്ഷനിങ് പ്രോപ്പർലി, ദാറ്റ് ഈസ് വെൻ ഡിസീസസ് സ്റ്റാർട്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ രോഗങ്ങൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. നമ്മുടെ ബോഡിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ കോശങ്ങൾ. ഈ കോശങ്ങളാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതാവുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും. അത് പ്രമേഹം ആയിക്കോട്ടെ, BP ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ക്യാൻസർ, PCOD, ആർത്രൈറ്റിസ് ഓർ ഡിപ്രഷൻ. they all start with the same root cause: cellular inflammation. Cellular inflammation. Okay. സോ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ട്. നൊബേൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ റോജർ വില്യംസ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദർ ഈസ് ഓൺലി വൺ ഡിസീസ്, cellular malfunction. When cells lack essential nutrients or exposed to toxins, they malfunction, and that malfunction shows up as the diseases we name. അതായത് ഈ ഡോക്ടർ സയന്റിസ്റ്റ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരൊറ്റ അസുഖം മാത്രമേ ഉള്ളൂ, സെല്ലുലാർ മാൽഫങ്ഷൻ. ഈ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അത് ടോക്സിൻസിന്റെ ആധിക്യം സംഭവിക്കുമ്പോൾ, അതായത് കോശങ്ങളിൽ വിഷവസ്തുക്കള് വർദ്ധിക്കുമ്പോൾ കോശങ്ങൾ കേടാവും. ആ കോശങ്ങളുടെ ഡാമേജ് അല്ലെങ്കിൽ കേടുപാടുകളാണ് നമ്മൾ വിളിക്കുന്ന ഓരോ രോഗങ്ങൾ. സോ രോഗത്തിന്റെ പേരല്ല, അതല്ല നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു. ദ റിയൽ എനിമി ഈസ് ഡാമേജ്ഡ് സെൽസ്. നമ്മുടെ കോശങ്ങൾക്കുണ്ടാവുന്ന ഡാമേജ് അല്ലെങ്കിൽ ഡാമേജ്ഡ് സെൽസ് ആണ് നമ്മുടെ യഥാർത്ഥ ശത്രു. അപ്പൊ എങ്ങനെയാണ് ഈ കോശങ്ങൾ ഡാമേജ് ആവുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡാമേജിങ് അവർ സെൽസ്? നമുക്കറിയാം, എല്ലാ ദിവസവും വി ആർ എക്സ്പോസ്ഡ് ടു പ്രോസസ്ഡ് ഫുഡ്, അല്ലെങ്കിൽ റിഫൈൻഡ് സീഡ് ഓയിൽസ്, എയർ പൊല്യൂഷൻ, സ്ട്രെസ്, പുവർ സ്ലീപ്പ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള്
നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കോശങ്ങളെ ഡാമേജ് ആക്കുന്നുണ്ട്. കോശങ്ങൾക്ക് എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ആ, പോഷകങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന ഘടകങ്ങളാണ്. ഇതിനെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് പറയാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ്, വാട്ടർ. ഇതെല്ലാം എല്ലാ ദിവസവും കോശങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. എന്നാൽ ഇത് അല്ലാത്ത ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ, ടോക്സിൻസ് വരുമ്പോൾ, ഇതെല്ലാം തന്നെ ഈ കോശങ്ങളെ കേടാക്കുന്ന ചില മെക്കാനിസങ്ങൾ, ചില സാഹചര്യങ്ങൾ ശരീരത്തിൽ സൃഷ്ടിക്കും. അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ക്രോണിക് ഇൻഫ്ലമേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ലോസ് ഓഫ് സെൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റി പോലെയുള്ള ചില മെക്കാനിസങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ തന്നെ വലിയ അളവിൽ കോശങ്ങളെ കേടുപാടുകളിലേക്ക് നയിക്കുകയും അത് തുടർന്ന് ടിഷ്യൂ, ഓർഗൻ ഒക്കെ തന്നെ കേടുപാടുകൾ ഉണ്ടാവുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. ഒരു 1982 നൊബേൽ പ്രൈസ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ അവർ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു ആ, കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ, അതായത് ഈ കോശങ്ങൾ കേടാവുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഫാറ്റി ആസിഡ്സ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോശങ്ങൾക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട പോഷകങ്ങളിൽ ഒന്നാണ് ഫാറ്റ്. ഇത് യഥാർത്ഥത്തിൽ നമുക്കിത് ഭക്ഷണത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന്റെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഈ ഫാറ്റി ആസിഡ്സിന്റെ ഒരു അൺബാലൻസ്ഡ് ആവുമ്പോൾ, അതായത് ആ, ഇതൊരു നൊബേൽ പ്രൈസ് സ്റ്റഡിയാണ്. ഈ ഫാറ്റി ആസിഡ്സ് എങ്ങനെയാണ് ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഇതിനകത്ത് അവർ കണ്ടെത്തിയ ഒരു കാര്യം, നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഒമേഗ 6 ആൻഡ് ഒമേഗ 3 ഇതിന്റെ ഒരു റേഷ്യോയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വലിയ അളവിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് ശരീരത്തിന് കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ രണ്ട് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് ഒമേഗ 6 ആൻഡ് ഒമേഗ 3. ഇത് രണ്ടും ഒരേ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. ഒമേഗ 6 എന്ന് പറയുന്നത് ഒരു പ്രോ ഇൻഫ്ലമേറ്ററി, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതും ഒമേഗ 3 എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കുന്നതുമാണ്. ഇതൊരു ഒരു വെള്ളവും തീയും പോലെയാണ്. ഒമേഗ 3 നമ്മളൊരു വെള്ളമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഒമേഗ 6 എന്ന് പറയുന്നത് തീയാണ്, അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. ഇൻഫ്ലെയിം, ഓക്കെ, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. അതായത് രോഗാണുക്കളോ ഒരു ഒരു ഇഞ്ചുറിയോ ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അതിനെ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു താൽക്കാലിക ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ. അപ്പൊ അതിന് നമുക്ക് ഒമേഗ 6 വേണം. എന്നാൽ അതോടൊപ്പം തന്നെ അതിനെ ആ ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുന്നതിന് ഒമേഗ 3 വേണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ 6 ഒമേഗ 3 റേഷ്യോ 1:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇത് റോങ് ആയി കഴിഞ്ഞാൽ, അതായത് റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ, ഈവൻ അത് 4:1 വന്നാൽ പോലും നമ്മൾ വി ആർ സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ക്രോണിക് ഇൽനെസ്. ശരീരത്തിനകത്ത് നമ്മളൊരു വലിയ രോഗാവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അരങ്ങൊരുങ്ങാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ ദിസ് ക്രിട്ടിക്കൽ ഇംബാലൻസ് ദ ക്രിയേറ്റ് യുനോ ഒരു 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 റേഷ്യോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സയന്റിസ്റ്റുകൾ പറയുന്നത് ദിസ് റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ 3:1 ആണ്. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മളുടെ നാട്ടില് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളൊരു ആവറേജ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇത് 45:1 ആണ്. ഓക്കെ, അതായത് ടു മച്ച് ഒമേഗ 6 ആൻഡ് ടു ലിറ്റിൽ ഒമേഗ 3. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു താമസിക്കുന്ന ഒരു കെട്ടിടത്തിന് തീ പിടിച്ചാലുള്ള ഒരു അവസ്ഥയാണ്. കെട്ടിടത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? തീ ആളിപ്പടരുവാണ്, നമ്മുടെ കയ്യിൽ ഒരു കപ്പ് വെള്ളമുള്ളൂ. ഇതാണ് അവസ്ഥ. 45:1. So omega 6 is the fire and omega 3 is the water. So if you have too much fire and no water, so what will happen to your house? We all know that. But so this can happen everywhere. ഇത് നമ്മുടെ ബ്രെയിൻ മുതൽ നമ്മുടെ ഹാർട്ടില് അല്ലെങ്കിൽ ഇന്നർ ഓർഗൻസില് ജോയിന്റ്സില് എല്ലായിടത്തും ഈ ഒരു റേഷ്യോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാവും. ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒമേഗ 6 കൂടുകയും ഒമേഗ 3 കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കോശങ്ങള് അതിന്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു മെക്കാനിസം, അതായത് കോശങ്ങൾക്ക് പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാതാവും. അതായത് കോശങ്ങൾ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഒരു മെക്കാനിസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്.
omega 3 ഇൻഡെക്സ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സെൽ മെംബ്രെയിൻ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിന് വേണ്ട ഒരു സ്ട്രക്ചറൽ കമ്പോണന്റ് കൂടിയാണ് ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് omega 3. അപ്പൊ ഇത് ഇല്ലാതാവുമ്പോൾ കോശങ്ങളുടെ മെംബ്രെയിൻ ഇത് കട്ടിയുള്ളതാവുകയും ഇതിലേക്ക് പോഷകങ്ങളെ അബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും കഴിയില്ല. സ്വാഭാവികമായിട്ട് ഇതും കോശങ്ങളുടെ കേടുപാടുകൾക്ക് കാരണം. സോ ഇത് രണ്ട് കാര്യങ്ങൾ, അതായത് ക്രോണിക് ഇൻഫ്ലമേഷൻ അതോടൊപ്പം തന്നെ ഈ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, ഇത് രണ്ടും ശരിയായ രീതിയിൽ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഇൻഫ്ലമേഷനെ ഇല്ലാതാക്കണമെങ്കിലും നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, omega 6 to omega 3 റേഷ്യോ സ്വാഭാവിക റേഷ്യോയിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ദാറ്റ് റേഷ്യോ ഇസ് 3:1. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാലും ഇത് 25:1, 30:1, 35:1, 45:1 ഒക്കെയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? എന്താണ് ഇതിനൊരു പരിഹാരം? ആൻഡ് ദ സൊല്യൂഷൻ ഈസ് ടെസ്റ്റ്, ഡോൺ ഗസ്. നമ്മളിത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് സിൻസിനോന്റെ ഒരു അപ്രോച്ച് തുടങ്ങുന്നത്. ഒരു സിമ്പിൾ ടെസ്റ്റില്, അതായത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മളൊരു ആശുപത്രിയിലോ ഒരു ലാബിലോ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഒരു ടെസ്റ്റ് കിറ്റ് എടുത്തുകൊണ്ട് അതിൽ നിന്നൊരു 2 ഡ്രോപ്പ്, നമുക്ക് ആ ടെസ്റ്റ് കിറ്റിനകത്ത് നമുക്ക് ബ്ലഡ് എടുക്കാനും കളക്ട് ചെയ്യാനുള്ള എല്ലാ കമ്പോണൻസും അതിനകത്തുണ്ട്. ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്കിത് അറിയാൻ സാധിക്കും. സോ യു ജസ്റ്റ് കളക്ട് 2 drops of blood ആൻഡ് സെൻഡ് ടു ദിസ് പെർട്ടിക്കുലർ ലാബ്. നമ്മൾ ഇതെടുത്ത് നമുക്കിതൊരു 3 വീക്സിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കോശങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു കൃത്യമായ മാർക്കേഴ്സ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡാറ്റ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അതായത് ഒരു അസുഖം വരുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതിനോ അല്ലെങ്കിൽ ഒരു 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 രോഗ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതിനോ ഒന്നും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മളൊരു ചികിത്സ തുടങ്ങേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിനോ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. Okay, you can take this simple at-home balance test. Just 2 drops of blood from your fingertip, and we send this blood sample to this lab, Vitas lab in Norway. ഇത് ഓസ്ലോയിലുള്ള ഓസ്ലോ സയൻസ് പാർക്കിലുള്ള ഒരു ലാബാണ് വിറ്റാസ് അനലിറ്റിക്കൽ സർവീസസ്. ഇവര് ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ലാബ്സിൽ ഒന്നാണ്. ആൻഡ് ഇവരുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഈ ലാബ് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരെന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒക്കെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലാബുകളിൽ ഒന്നാണ് വിറ്റാസ് അനലിറ്റിക്കൽ സർവീസസ്. അപ്പൊ ഈ ബ്ലഡ് നമ്മൾ സാമ്പിൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്ത്, ഓരോ ടെസ്റ്റിനും ഒരു ടെസ്റ്റ് ഐ ഡി ഉണ്ടാവും. ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഈ ടെസ്റ്റ് റിപ്പോർട്ട്, ഒരു 3 മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഈ ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് മെഷർ ചെയ്യുന്നത് ഒന്ന് നമ്മളുടെ omega 6 to omega 3 റേഷ്യോ. ഈ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു 3:1 ആണ് ഇതിന്റെ ഒരു നോർമൽ റേഷ്യോ. ഇത് കൂടുന്തോറും നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ റേഷ്യോ 3:1 അല്ലെങ്കിൽ അതിലെ താഴത്തേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, അതായത് കോശങ്ങൾക്ക് പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനും അതോടൊപ്പം ടോക്സിൻസിനെ പുറന്തള്ളുന്നതിനുള്ള കപ്പാസിറ്റിയാണ് സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി. അതുപോലെ omega 3 ഇൻഡെക്സ്, നമ്മളുടെ ശരീരത്തിനകത്ത് omega 3യുടെ അളവ് എന്തോരമുണ്ട്, omega 3 ഇൻഡെക്സ്, ഇത് വളരെ കൃത്യമായിട്ടുള്ള, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മാർക്കറാണ്. കാര്യം പുതിയ പഠനങ്ങൾ പറയുന്നത് omega 3 ഇൻഡെക്സ് 4% താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത, അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് മൂലം ഒരു സഡൻ ഡെത്തിനുള്ള സാധ്യത 90%-ലധികമാണ് എന്നതാണ്. ഫ്രെയിമിംഗ്ഹാം സ്റ്റഡി പോലെയുള്ള പുതിയ പഠനങ്ങൾ പറയുന്നത് അതാണ്, സൂചിപ്പിക്കുന്നതാണ് omega 3 ഇൻഡെക്സ്. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇത് 4% താഴെയാണ്. We have to maintain this omega 3 index above 8% always. ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ ഏറ്റവും ഓപ്റ്റിമം എന്ന് പറയുന്നത് 10 to 12% ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ വാല്യൂ, അതായത് കോശങ്ങൾക്ക് ഇത്തരം രോഗ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ്, അത് 90% അബവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു 90% അബവ് നമ്മൾ പ്രൊട്ടക്ഷൻ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്താൽ, നമ്മൾ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്,
എല്ലാം വളരെയധികം ശരിയായ രീതിയിലാണ്, കറക്റ്റ് ആണ് എന്നതാണ് അതിനർത്ഥം. അതോടൊപ്പം തന്നെ മെന്റൽ സ്ട്രെങ്ത് തുടങ്ങിയ ഒരു 6ഓളം മാർക്കേഴ്സും അതോടൊപ്പം തന്നെ ഒരു 11ഓളം ഫാറ്റി ആസിഡ്സും നമുക്ക് മെഷർ ചെയ്യാം. ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ, ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ബാംഗ്ലൂരാണ്. അദ്ദേഹത്തിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടാണ്. ഈ ഒരു റിപ്പോർട്ട് കാണിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം, ഇദ്ദേഹം ഏകദേശം ഒരു 35,000 മുതൽ 40,000 രൂപ വരെ ഒരു മാസം സപ്ലിമെന്റ്സിന് വേണ്ടി ചിലവഴിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കുടിക്കുന്ന വെള്ളമാണെങ്കിൽ വളരെ സ്പെഷ്യൽ വാട്ടറാണ്. അതുപോലെ തന്നെ ഒമേഗ 3 സപ്ലിമെന്റ്സ് എല്ലാം യൂറോപ്പിൽ നിന്നും US നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ്സ് ആണ് അദ്ദേഹം കഴിക്കുന്നത്. അപ്പൊ ഇത്രമാത്രം സപ്ലിമെന്റ്സ് എല്ലാം വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണ്, ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം ഉണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ റേഷ്യോ 74:1 ആണ്. ഇമാജിൻ. സോ ഈ ഒരു ടെസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി. ഈ ഒരു ടെസ്റ്റ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ഡാഷ്ബോർഡാണ്. നമ്മുടെ വണ്ടിയുടെ ഒരു ഡാഷ്ബോർഡാണ്. നമ്മൾ എത്ര കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് എന്താണ്, നമ്മുടെ എഞ്ചിൻ ഓയിൽ എന്താണ്, ഇതെല്ലാം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ. ആൻഡ് വെദർ യുവർ ഫാറ്റി ആസിഡ് പ്രൊഫൈൽ ഈസ് സപ്പോർട്ടിങ് ഓർ ഡാമേജിങ് യുവർ ഹെൽത്ത്, വെദർ യു ആർ ഏജിങ് ഓർ ഫാസ്റ്റർ ദാൻ നോർമൽ, എവറിത്തിങ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ദെൻ ഈ നമ്മുടെ ടെസ്റ്റ് ഔട്ട് ഓഫ് ബാലൻസ് ആണെങ്കിൽ, and for most Indians, it will be out of balance. Okay, so we have a proven protocol. So Zinzino company പറയുന്നത് ഇതാണ്: we can bring you back into balance in 120 days. 120 ദിവസം കൊണ്ട് നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്. അതായത് 120 ദിവസത്തിനുള്ളിൽ നമ്മളുടെ സെല്ലുലർ ഫങ്ഷൻസ്, വിച്ച് മീൻസ് ഇപ്പൊ കോശങ്ങളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ആണെങ്കിലും ഹാർട്ടിന്റെ ഫംഗ്ഷൻ ആണെങ്കിലും മസിൽസ്, ഇന്നർ ഓർഗൻസ്, അല്ലെങ്കിൽ സ്കിൻ ഇലാസ്റ്റിസിറ്റി, എവറിത്തിങ്, ജോയിന്റ്സ് ആൻഡ് മസിൽസ്, എവറിത്തിങ് ക്യാൻ ബ്രിങ് ബാക്ക് ടു ബാലൻസ്. അപ്പൊ ഇത് നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാം. അതിന് ഈ കമ്പനി ഓഫർ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇന്റർവെൻഷനോ അല്ലെങ്കിൽ ഒരു മെഡിക്കേഷനോ ഒരു ഡ്രഗ്സോ കെമിക്കൽസോ അല്ല. ഇവർക്ക് വളരെ വലിയ ഒരു സയന്റിഫിക് റിസർച്ച് പാനൽ ഉണ്ട്. ഓക്കെ, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒരു പാനൽ ഓഫ് സയന്റിസ്റ്റുകളുണ്ട്. ഇവര് ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത് എസെന്റ് ഓയിൽ എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ ആണ്. ഇത് ഒരു യുണീക്ക് ബ്ലെൻഡ് ഓഫ് ഹൈ ക്വാളിറ്റി മെറൈൻ ഒമേഗ 3 വിത്ത് പോളിഫിനോൾസ് ആണ്. അതായത് ഈ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ, അതോടൊപ്പം തന്നെ വൈൽഡ് കോട്ട് ഫിഷ് ഓയിൽ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, എസെൻഷ്യൽ ഓയിൽസ്, ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഒരു ന്യൂട്രിയൻ ബ്ലെൻഡ് ആണ് ഈ എസെന്റ് ഓയിൽ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: ഒരു ദിവസം നമ്മൾ ഒരു സ്പൂൺ ഫുൾ ഓഫ് ഓയിൽ നമ്മൾ ഡെയിലി കഴിക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഫോർമുലേഷൻ ഇസ് ഡിസൈൻഡ് നോട്ട് ജസ്റ്റ് ടു സപ്ലിമെന്റ് ബട്ട് ടു ആക്ച്വലി ഹെൽപ്പ് റീസ്റ്റോർ ദ റൈറ്റ് ബാലൻസ് ഇൻസൈഡ് യുവർ സെൽസ്. നമ്മുടെ കോശങ്ങളുടെ ആ ഒരു ശരിയായ ബാലൻസിനെ ഇത് കറക്റ്റ് ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക എന്ന ഒരു പർപ്പസിലാണ് ഈ ഒരു ഫോർമുലേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് റിമെമ്പർ, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എനി ഒമേഗ 3 സപ്ലിമെന്റ്. ഇത് മറ്റേതൊരു ജനറിക് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഒമേഗ 3 സപ്ലിമെന്റ് പോലെയല്ല. This essence oil is scientifically backed with peer reviewed research. അതുപോലെ തന്നെ ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ള വൈൽഡ് കോട്ട് ഫിഷ് ഓയിലിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി അതിനെ ഒലിവ് ഓയിലുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് പോളിഫിനോൾസ് ഫ്രം ഒലിവ്സ് ടു പ്രൊട്ടക്ട് ദി ഓയിൽ ഫ്രം ഓക്സിഡേഷൻ ഇൻസൈഡ് യുവർ ബോഡി ഓർ സെൽസ്. അതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെൽ മെംബ്രെയിനിൽ ഇത് എത്തിച്ചേർന്ന് ശരിയായ ഒരു ബാലൻസിലേക്ക് കോശങ്ങളെ എത്തിക്കുന്നു എന്നതാണ്. ഇപ്പൊ നോർമലി ഒമേഗ 3 സപ്ലിമെന്റിന്റെ പ്രശ്നം ഇതാണ്. ഈ OSI എന്നാണ് അതിന് പറയുക, ഒമേഗ 3 ഇൻഡെക്സ്. ഇത് വളരെ കുറവാണ്. കാര്യം ഫിഷ് ഓയിൽ വളരെ പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവും. ഒരു എയർ എക്സ്പോഷർ വരുമ്പോൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചറിൽ വ്യതിയാനം വരുമ്പോൾ, മൂവ്മെന്റ് വരുമ്പോൾ, ലൈറ്റ് വരുമ്പോൾ ഒക്കെ തന്നെ ഇത് വളരെ പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കുന്ന ഒട്ടുമിക്ക ഒമേഗ 3 സപ്ലിമെന്റ്സും നമ്മുടെ ശരീരത്തിൽ വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സപ്ലിമെന്റ് എടുക്കുന്ന ആൾക്കാരുടെ തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം വളരെ ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകൾ കഴിക്കുന്ന ആൾക്കാരുടെ പോലും, നമ്മൾ 15-20 വർഷമായിട്ട് കഴിക്കുന്ന ആൾക്കാരുടെ പോലും ടെസ്റ്റ് ചെയ്തപ്പോൾ
20 20:1, 25:1, 30:1 ഒക്കെയാണ് റേഷ്യോ. വിച്ച് മീൻസ് ഇതൊന്നും വർക്ക് ആവുന്നില്ല. മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ശരിയായ അളവിൽ ഒരു സപ്ലിമെന്റ് നമ്മളൊരു ഒരു ഒരു ക്യാപ്സ്യൂളോ മറ്റോ കഴിക്കുമ്പോൾ നമുക്ക് ശരിയായ അളവിൽ ആവശ്യമുള്ള EPA DHA പോലെയുള്ള ഫാറ്റി ആസിഡ്സ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. അതായത് ശരീരത്തിന് ഒരു 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 മുതിർന്ന ഒരാൾക്ക് ശരാശരി ഒരു 2 to 3 ഗ്രാം ഒമേഗ 3 നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അതായത് EPA DHA പോലെയുള്ള ഘടകങ്ങളും വിറ്റമിൻ B, വിറ്റമിൻ E പോലെയുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ സാധാരണ ഒരു സപ്ലിമെന്റ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ 15, 20, 30 ക്യാപ്സ്യൂൾ കഴിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അതേസമയം ഈ എസെൻറ്റ് ഓയിലിന്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു സ്പൂൺ ഫുള്ള് നമ്മളിത് കഴിച്ചാൽ ഈ മതിയായ അളവിൽ ഈ വാല്യൂ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത് വലിയ അളവിൽ ഒരു ക്വാളിറ്റി കൺട്രോൾ, അതായത് എൻഡോഴ്സ്ഡ് ആണ്. ഒരുപാട് തേർഡ് പാർട്ടി എൻഡോഴ്സ്മെന്റ്സിൽ ക്വാളിറ്റി കൺട്രോൾ ശേഷം വരുന്ന ഒരു ഫോർമുലേഷൻ ആണ്. അതായത് എസ്പെഷ്യലി ഇൻഫോംഡ് സ്പോർട്ട്, കൊളോൺ ലിസ്റ്റ് പോലെയുള്ള സർട്ടിഫിക്കേഷൻസ്, അതായത് ഈവൻ ഒളിമ്പിക്സ്, സ്പോർട്സ് പ്രൊഫഷണൽസ്, ഇവരൊക്കെ തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് നോക്കുന്നത്. അതായത് ഈ ഒരു ഫോർമുലേഷനകത്ത് യാതൊരു തരത്തിലുള്ള സ്റ്റിറോയിഡ്സോ ഡോപ്പിംഗ് ഏജൻസോ അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ ഇല്ല എന്നത് ഉറപ്പുവരുത്തുന്നത് ഇത്തരം ക്വാളിറ്റി കൺട്രോളിലാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ വി ഹാവ് മെനി സർട്ടിഫിക്കേഷൻസ്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും നമുക്ക് എസെൻറ്റ് ഓയിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈവൻ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ഏജ് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ, എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പിലും ഇത് ആവശ്യമാണ്. അതൊരു പ്രധാന കാര്യം. അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് ഈ എസെൻറ്റ് ഓയിൽ കൊടുക്കാം. അപ്പൊ സാധാരണ നമുക്കറിയാം ഹെൽത്ത് പ്രൊഡക്ട്സ് ഒക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്, ഗർഭിണികൾക്ക് കൊടുക്കരുത് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും നമുക്ക് ഇവിടെ ഇല്ല. ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും നമുക്കിത് കൊടുക്കാം. കാര്യം 100% നാച്ചുറൽ ആണ്. അത്രമാത്രം അത് ക്വാളിറ്റി കൺട്രോൾ വരുന്നതാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി 18ഓളം ഹെൽത്ത് ക്ലെയിംസ് അപ്രൂവ്ഡ് ആണ്. അത് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ യൂറോപ്പിന്റെ ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയാണ്, റെഗുലേറ്ററി അതോറിറ്റിയാണ്. 18ഓളം ഹെൽത്ത് ക്ലെയിംസ് അവർ അപ്രൂവ്ഡ് ആണ്. അതായത് ബ്രെയിൻ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, ഹാർട്ടിന്റെ ഫംഗ്ഷൻ നോർമൽ ആക്കുന്നു, നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫീഡ് ഇൻഫാൻസ്, അതായത് ഗർഭസ്ഥ ശിശുവിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന്, അതുപോലെ ഹാർട്ടിന്റെ ഡെവലപ്മെന്റിന്, ബ്ലഡ് പ്രഷർ നോർമൽ ആക്കുന്നതിന് ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റിയുടെ റിപ്പോർട്ട്, അവരുടെ ഒരു അപ്രൂവൽ. ഓക്കെ, അത്തരത്തിൽ വളരെ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കലി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോർമുലേഷനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി ദ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, യു ക്യാൻ ടെസ്റ്റ് അഗെയിൻ. ടേക്ക് ദി ഓയിൽ ഫോർ 120 days. ഒരു 120 ദിവസം നമ്മൾ ഈ ഓയിൽ എടുക്കുക, ദെൻ റീടെസ്റ്റ്. യു സീ ദ ഡിഫറൻസ് വിത്ത് യുവർ ഓൺ ഐസ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് നമുക്ക് കാണാവുന്നതാണ്. 120 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ റേഷ്യോ, ഇത് എത്ര വലിയ ഒരു അൺബാലൻസ്ഡ് റേഷ്യോ ആണെങ്കിലും നമുക്കിതൊരു ബാലൻസ്ഡ് റേഷ്യോയിലേക്ക് നമുക്ക് ഈ 120 ദിവസത്തിനുള്ളിൽ നമുക്കിത് തിരികെ കൊണ്ടുവരാം. സോ നമുക്ക് ഒട്ടുമിക്ക, അതായത് ഗ്ലോബലി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 97% ആളുകളും ഔട്ട് ഓഫ് ബാലൻസ് ആണ്. And in India, 99.99% people are out of balance. So if your first test already shows you are in out of balance, then we can take this oil for 120 days and we can retest. And in most cases, 95% cases, ഇത് 4 മാസം കൊണ്ട് തന്നെ ഇത് നോർമലിലേക്ക് വന്നിട്ടുണ്ടാവും. ചില കേസുകളിൽ ചിലപ്പോൾ നമുക്ക് 5 മാസമോ 6 മാസമോ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ വി ക്യാൻ ഡു ദ റീടെസ്റ്റ് ആൻഡ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അത്തരത്തിലൊരു വളരെ കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയാവുന്ന ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശിക്കാവുന്ന ഒരു പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ കാണിച്ച ബ്ലഡ് സാമ്പിൾ റിപ്പോർട്ട് 74:1 ആയിരുന്നു. അദ്ദേഹം 5 മാസങ്ങൾക്ക് ശേഷം, അതായത് ഈ ഓയിൽ ഉപയോഗിച്ച് 5 മാസത്തിന് ശേഷം രണ്ടാമത്തെ ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് omega-6 to 3 റേഷ്യോ 3.5:1 വന്നു. അതായത് 74:1 എന്നുള്ളത് 3.5:1 വന്നു. പ്രൊട്ടക്ഷൻ വാല്യൂ 0% ആയിരുന്നത് 64% വന്നു. ആൻഡ് omega-3 ഇൻഡെക്സ് 6% ഉയർന്നു.
കുറച്ചുകൂടി അത് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് സ്റ്റിൽ 1.5-ൽ നിന്നാണ് ഇത് 6%-ലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മെന്റൽ സ്ട്രെങ്ത് ഈസ് ഓൾ അബൌട്ട് യുവർ ബ്രെയിൻ കപ്പാസിറ്റി. അതായത് നമ്മൾ ബ്രെയിൻ സെൽസ് നമുക്കറിയാം, മെയിൻലി ബ്രെയിനകത്തുള്ള ഒരു ഫാറ്റ് എന്ന് പറയുന്നത് ഈ DHA എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു അഭാവം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി വലിയ അളവിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ അപ്പൊ അത്തരത്തിൽ നമുക്കിത് വീണ്ടും റീടെസ്റ്റ് ചെയ്യാം, നമുക്കറിയാൻ പറ്റും. സോ ഓവർ 1.5 million people in all these 100 countries have already done this. ഒരു 1.5 million ആൾക്കാരുടെ ടെസ്റ്റ് ഓൾറെഡി ഈ കമ്പനിയിൽ ഇത് ഓൾറെഡി നടന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ലാർജസ്റ്റ് പബ്ലിഷ്ഡ് സ്റ്റഡി നൗ ഇൻ ദ ഹോൾ വേൾഡ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്യേണ്ടായി. സോ ഈ ഒരു ഇത് നമ്മളൊരു ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ നോട്ട് ബിക്കോസ് വി ആർ സിക്ക്, യുനോ വൈ? ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് സിക്ക്. നമ്മളൊരു രോഗത്തിലേക്ക് പോകണ്ട എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു രോഗിയാവാൻ വേണ്ടി കാത്തു നിൽക്കണ്ട എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റിന്റെ പർപ്പസ്. സോ പ്രിവെൻഷൻ ഈസ് നോട്ട് എ ലക്ഷറി എനിമോർ, ഇറ്റ്സ് എ നെസസിറ്റി. ഓക്കെ. സോ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ആണ് സിൻസിനോ സ്കിൻ സിറം. ഇതൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ്, ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. ഓക്കെ. ഇത് ഒരു ഫേസിൽ നമുക്ക് ലൈൻസ് റിങ്കിൾസ് ഒക്കെ ഇല്ലാതെ നമുക്കൊരു ആന്റി ഏജിങ് ക്രീമാണ്. ഇതും 100% ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മറ്റൊരു പ്രൊഡക്റ്റ് കൂടി ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആവുന്നത് ഗട്ട് ഹെൽത്ത് ടെസ്റ്റ് ആണ്. ഇതും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആണ്. അതായത് ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സാധാരണ സ്റ്റൂൾ ടെസ്റ്റ് ഒക്കെയാണ് ചെയ്യാറുള്ളത്, ബാക്ടീരിയൽ ഡിവേഴ്സിറ്റി അല്ലെങ്കിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് കണ്ടെത്താനായിട്ട്. എന്നാൽ ഫസ്റ്റ് ടൈം ആണ് ലോകത്തിൽ ഒരു 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട് നമുക്ക് ബാക്ടീരിയ ഉണ്ടോ ഇല്ല എന്നുള്ളത് മാത്രമല്ല, എന്താണ് ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഭക്ഷണത്തെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കിയിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്, ബ്ലഡിലേക്ക് എന്ത് മെറ്റബോളൈറ്റ്സ് എന്നാണ് അതിന് പറയാം. മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൺവേർട്ട് ചെയ്ത് ബ്ലഡിലേക്ക് എന്തായിട്ടാണ് എത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി റിപ്പോർട്ടാണ് ഈ ഗട്ട് ഹെൽത്ത് ടെസ്റ്റിൽ നമുക്ക് ലഭിക്കുക. അതും ഈ 2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട് ഡ്രൈ ബ്ലഡ് സ്പോട്ട് ടെസ്റ്റിലാണ്. അത് ഫസ്റ്റ് ടൈമാണ്, വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സീനോബയോട്ടിക് എന്ന് പറയുന്ന ഒരു പ്രീബയോട്ടിക് ഫൈബർ, അതായത് ഒരു 4 മാസം നമുക്ക് ഈ സിനോബയോട്ടിക് ഫൈബർ, അതൊരു പൗഡർ ഫോമിലാണ്. ഇത് പ്രീബയോട്ടിക്, അതായത് നമ്മൾ നേരത്തെ കോശങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമുക്ക് കാർബോ, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ്, വെള്ളം ഒക്കെ ആവശ്യമാണെങ്കിൽ, ഈ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയ അത് ത്രൈവ് ചെയ്യണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ അതിന് വേണ്ടത് പ്രീബയോട്ടിക് ഫൈബർ ആണ്. അതാണ് അതിന്റെ ഭക്ഷണം. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാതെ വരുമ്പോഴാണ് ഈ ബാക്ടീരിയ ഇല്ലാതാവുന്നതും നമുക്ക് ഡൈജസ്റ്റീവ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ പ്രശ്നത്തിലാവുന്നതും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഗട്ട് ബാക്ടീരിയ കറക്റ്റ് ത്രൈവ് ചെയ്യുന്നതിനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു പ്രീബയോട്ടിക് ഫൈബർ ബ്ലെൻഡ് ആണ്, ഒരു ഫോർമുലേഷൻ ആണ് സിനോബയോട്ടിക്. ഇത് നമ്മൾ രാവിലെ ഈ 2 പ്രൊഡക്റ്റ്, അതായത് ബാലൻസ് ഓയിൽ, സിനോബയോട്ടിക് പ്ലസ്, ഇത് രണ്ടും നമുക്കൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സേ അല്ല. നമുക്കത് മനസ്സിലായാലും അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ശരി, വെൻ ഇറ്റ് കംസ് ടു യുവർ സെല്ലുലാർ ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ പ്രോസസ്സുകളെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ, ഇത് രണ്ടും നമുക്ക് എസെൻഷ്യൽ ആണ്, ഫൗണ്ടേഷണൽ റിക്വയർമെന്റ്സ് ആണ്, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ്, നോൺ നെഗോഷ്യബിൾ ആണ്, നമുക്ക് കഴിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. പലപ്പോഴും ഭക്ഷണത്തിലൂടെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സപ്ലിമെന്റ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, എക്സ്പെൻസീവ് ആണ്. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നമ്മള് സിൻസിനോയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഇവരുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ്. ഇതൊന്നും ഒരു പെയ്ഡ് എൻഡോഴ്സ്മെന്റ് അല്ല, അതായത് ഒരു പേയ്മെന്റിൽ പ്രൊഡക്റ്റിനെ എൻഡോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരല്ല. ദേ ഓൾ ആർ കൺസ്യൂമിങ് ദീസ് പ്രോഡക്ട്സ്. ഇവരുടെ പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇത് ബ്രാൻഡ് അംബാസഡേഴ്സ് ആവുന്നത്. ഓക്കെ. ആൻഡ് ദിസ് കമ്പനി ഈസ് ഫ്രം സ്വീഡൻ. നാസ്ഡാക്കിൽ ഓൾറെഡി ലിസ്റ്റഡ് ആണ്. 2014 ഈ കമ്പനി ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. നാസ്ഡാക്കിൽ ലിസ്റ്റഡ് ആണ്. ഇന്ന് ലോകത്ത് ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും ഇവരുടെ ഡെലിവറി, അതായത് 100-ലധികം രാജ്യങ്ങളിൽ ഇവരുടെ ഡെലിവറി ഓപ്പറേഷൻസ് ഉണ്ട്. ഇന്ത്യ, നമ്മുടെ രാജ്യത്ത് ഈ കമ്പനി കഴിഞ്ഞ വർഷം മുതൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ പ്രൊഡക്റ്റുകളായിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആവുന്നു. ബാലൻസ് ഓയിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഈ സ്കിൻ സിറം അവൈലബിൾ ആണ്, ബാലൻസ് ടെസ്റ്റ് അവൈലബിൾ ആണ്, ദെൻ സിനോബയോട്ടിക്, അതുപോലെ ഗട്ട് ഹെൽത്ത്. ഇത് നെക്സ്റ്റ് മന്ത് ഡിസംബർ ഓൺവേർഡ്സ് ദോസ് പ്രൊഡക്ട്സ് വിൽ ബി അവൈലബിൾ. So this is what I want to say before concluding.
I would like to say that, നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം, we have only one body. നമുക്ക് ആകെ ഒരൊറ്റ ശരീരമേ ഉള്ളൂ. You can't exchange it. നമുക്കിത് ഒരിക്കലും ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, ആൻഡ് യു കാൺ ട്രേഡ് ഹെൽത്ത് ഫോർ സക്സസ് ഓ ഫോർ എനി വെൽത്ത്. നമുക്ക് ഒരു സമ്പത്തിനോ അല്ലെങ്കിൽ ഒരു പൈസയ്ക്കോ ഒന്നിനും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് വിതൗട്ട് ഹെൽത്ത് എവറിത്തിങ് എൽസ് ലൂസസ് ഇറ്റ്സ് മീനിങ്. ഒരു നിരർത്ഥകമാണ്. ആരോഗ്യം ഇല്ലേ, നമ്മളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. സോ മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ്, വാട്ട് ഈസ് ഗോയിങ് ടു ബി ഈസിയർ ഫോർ യു? എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്? ഒരു രോഗം വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നത് വരെ അല്ലെങ്കിൽ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നതാണോ? അല്ലെങ്കിൽ ഇന്ന് തന്നെ ചെറിയ സ്റ്റെപ്പുകൾ, ഓക്കെ, അതായത് ഇൻഫോംഡ് ഡിസിഷൻ നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണോ? ഏതായിരിക്കും നമുക്ക് എളുപ്പമായിട്ടുണ്ടാവുക? സോ മൈ ഇൻവിറ്റേഷൻ ഇസ് സിമ്പിൾ. ടേക്ക് ദ ബാലൻസ് ടെസ്റ്റ്. നമ്മൾ ഈ ബാലൻസ് ടെസ്റ്റ് എടുക്കുക ആൻഡ് ഫോളോ ദ ഹെൽത്ത് പ്രോട്ടോകോൾ. ഈ ഹെൽത്ത് പ്രോട്ടോകോളിനകത്ത് നമുക്കിപ്പോൾ ബാലൻസ് ഓയിൽ, സിനോബയോട്ടിക്, ഇത് നമ്മൾ എടുക്കുക ആൻഡ് സീ യുവർ റിസൾട്ട്സ് ഫോർ യുവർ സെൽഫ്. ഈ റിസൾട്ട്സ് നമ്മൾ തന്നെ നേരിട്ട് അറിയുക, അനുഭവപ്പെടുക, അത് ബോധ്യപ്പെടുക. ജസ്റ്റ് ഫോളോ ദിസ് ഫോർ 4 to 6 months and I promise you will be thankful to us. Friends, so the journey to better health doesn't start in a hospital. ഒരു നല്ല ആരോഗ്യത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ആശുപത്രിയിലല്ല തുടങ്ങേണ്ടത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡിസിഷൻ. നമ്മുടെ ഒരു തീരുമാനത്തിലാണ് അത് തുടങ്ങേണ്ടത്. ആൻഡ് ഫ്രം എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡിൽ നമുക്കത് തുടങ്ങാൻ പറ്റും. ആൻഡ് ദ വില്ലിങ്നെസ് ടു ടേക്ക് കൺട്രോൾ. അതായത് ആ ഒരു നിയന്ത്രണം നമ്മൾ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാവുക. അതിനുള്ള ഒരു വില്ലിങ്നെസ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. അതിനാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ജോയിനിങ് വിത്ത് us today. So wish you all the best. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. താങ്ക് യു. Wish you all the best. Thank you. Over to you, Anu. താങ്ക് യു സർ. ഇറ്റ് വാസ് എ സൂപ്പർ സെഷൻ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആളുകളെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം, കാര്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് എന്തെങ്കിലും സൂപ്പർ റിസൾട്ടുകൾ ഷെയർ ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഞാൻ എൻ്റെ റിസൾട്ട് പറയുന്നതായിരിക്കും. ഓക്കെ. So Kamaruddin sir is there, so you can invite him. Okay. Sir, please share your result. Welcome, Hello. Dr. Kamaruddin. Welcome, Dr. Kamaruddin. You. Yes, yes. Hello. Yes, കേൾക്കാമോ? doctor. Yes, doctor. Yes. ഓക്കെ, ഞാൻ എൻ്റെ പേര് ഡോക്ടർ കമറുദ്ദീൻ. ഞാൻ മോസ ഓർഗാനിക് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തുന്നുണ്ട്. അതിനകത്ത് വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഫോക്കസിങ് ഓൺ ഡെവലപ്പിംഗ് functional foods, beverages and nutraceuticals. So I happened to contact Mr. Shaji and Mr. Rajiv and Harris, and they talk about me a product which is being recently launched in India, and why don't you come to our office and to meet us to have a look at for the product. So I went to his office and have the product, and what I thought that I have to first, they explained to me what is essential oil and what is the test which is going on. Is it audible? Yes. Okay, sorry. And I thought that first I just want to test it myself and how it makes changes in my body, physically, emotionally, and mentally. So I first consumed the product in around September 19th. I started and gave the test, and I sent the blood samples, and slowly I started consuming 10 ml per day as a divided dose, according to the instructions from the company, like 0.15 ml per kilogram body weight. So I went to that test, and slowly I used to undertake some blood tests regularly, once in a month like that. And
what I observed that I thought of doing some pre-investigations before starting my dosage with the Centoil. So on September 19th, I started consuming that product, and I given the test before that. And I took the results, and after 45 days of consumption, 45 ദിവസത്തിന് ശേഷം ഞാൻ അതിൻ്റെ വീണ്ടും ഒരു ടെസ്റ്റ് കൺസ്യൂം ചെയ്തു. എന്താണ് അതിൻ്റെ റിസൾട്ട്, എങ്ങനെയാണ് അത് ബ്ലഡ് പാരാമീറ്റേഴ്സിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ according to the pre and post blood parameters, I will share you. So could you please share? So അതിനകത്ത് total cholesterol when ഒരു സ്ലൈഡ് കൂടി ഉണ്ടായിരുന്നല്ലോ. ഹലോ. Yes, doctor, I'm sharing. 1 second. Yes. Yeah, അത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ഇത് ടോട്ടൽ കൊളസ്ട്രോൾ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ പ്രോസസ് it was 212 milligram per deciliter. അത് after 45 days അത് നോക്കിയപ്പോൾ അത് 190 milligram per deciliter ആയി. So there is a change of almost 20 milligram per deciliter in very short period, that is 45 days. 45 ദിവസത്തിനുള്ളിൽ ടോട്ടൽ കൊളസ്ട്രോളിലെ ചേഞ്ചസ് ഉണ്ടായി. രണ്ടാമത് ട്രൈഗ്ലിസറൈഡ്സ്, അത് 100, അതാണ് ഏറ്റവും. I consulted several doctors and asked them what is the significance of reducing the triglycerides from 131 to 88, almost 30% reduction. 88 ആയി, 88 ആയി. പിന്നെ അതുപോലെ LDL കൊളസ്ട്രോള് 150 മില്ലിഗ്രാമിൽ നിന്ന് 130 ആയി. ഇത് മാത്രമല്ല VLDL എന്നുള്ളൊരു കൊളസ്ട്രോളിന്റെ ഇതും കൂടെ ഉണ്ട്. അത് 26.2 നിന്ന് 17.6 വന്നു, ഓൾമോസ്റ്റ് 10 milligram reduction. So either 30% reduction in triglyceride is an excellent response, and 13% reduction in the LDL, which shows that the blood reduced fat has been come down drastically. So ഇതിനകത്ത് ഇംപ്രൂവ്ഡ് ഫാറ്റ് മെറ്റബോളിസം ഉണ്ടായിട്ടുണ്ട്, റെഡ്യൂസ്ഡ് കാർഡിയോവാസ്കുലർ റിസ്ക് ഉണ്ട്, ആൻഡ് എ ബെറ്റർ ലൈപ്പിഡ് ഹോമിയോസ്റ്റാസിസ്, അതായത് ലിപ്പിഡ് മെറ്റബോളിസം നന്നായി സെല്ലുലാർ ലെവലിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ 45 ദിവസത്തിലുള്ള ഒരു ഇൻഫറൻസ്. HDL വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല. അത് നോക്കുന്നത് വെച്ചാൽ we have to do some more exercise, and to other it's not possible, you have to go to take an niacin supplements എടുക്കണം. അപ്പൊ ഇതിന്റെ ഒരു ക്ലിനിക്കൽ ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ സെല്ലുലാർ ലെവലിലുള്ള സ്റ്റഡിയും ബ്ലഡ് പാരാമീറ്റേഴ്സിലെ ചേഞ്ചസും നമുക്ക് കാണാം. ഇതാണ് നമ്മളെ ബ്ലഡിലെ ചേഞ്ചസ്. രണ്ടാമത് വരുന്നത് RFT LFT ആണ്. RFTയിൽ നമുക്ക് ചേഞ്ചസ് വന്ന യൂറിക് ആസിഡിന്റെ ലെവലാണ്. അത് 9 മില്ലിഗ്രാമിൽ നിന്ന് 7.1 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലേക്ക് വന്നു. ക്രിയാറ്റിൻ ലെവൽ ആണെങ്കിലും 0.87 നിന്ന് 0.84 വന്നു. ഇതുപോലെ തന്നെയാണ് ബില്ലുറൂബിന്റെയും ചാർജസ്. ഓക്കെ, സോ ഇത് എന്താ വ്യക്തമാക്കുന്നതെന്ന് വെച്ചാൽ ഇത് സെൻട്രൽ സർക്കുലേറ്റിംഗ് കൊളസ്ട്രോൾസിന്റെ ലെവല് 30% റിഡക്ഷൻ വന്നിട്ടുണ്ട് ബ്ലഡിൽ. അപ്പോ ഇതിനകത്ത് നമ്മള് ഇതാണ് ബ്ലഡ് പാരാമീറ്റേഴ്സിലെ ഈ 45 ദിവസത്തിനുള്ളിൽ ചേഞ്ചസ്. And the second is physically how the changes affected. Because I used to run for almost walk and run for almost 3 to 4 kilometers, and I can improve my walking from 3 kilometers to 6 kilometers. And the second one is that there is a changes in the nails, skin changes, and a better response, mental response. In a sleep response, adequate sleep is there,
and I used to take a plank. I will plank in the durations in another 1 minute before. After taking 30 days of this oil, that shows that I can extend my plank duration to 2 minutes. About that shows the endurance. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നത് വെച്ചാൽ സെല്ലുലാർ ലെവലിലും ബ്ലഡ് പാരാമീറ്റേഴ്സിലും ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഈ 45 ദിവസം കൊണ്ട് കൊണ്ടുവരാമെങ്കിൽ ഒരു 120 ദിവസം കൊണ്ട് we can correct all the deformities. So what I want is how this essential oil is working in my body. And the purpose എന്ന് പറയുന്നത് ഈ essential oil യൂസ് ചെയ്തിട്ട് I can advise my own customers to take my own products so that it works. It absorbs the nutrients because the cells are open to nutrition. Upon cells in their pores open eye, other nutrients in intake my goal is almost 90% is over. So this is that. ഇത് വരുന്നത് പിന്നെ പ്രൊഡക്ഷൻ്റെ ന്യൂ കൊളസ്ട്രോൾസിന്റെ ലെവൽ ആണെങ്കിലും ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നത് മോഡൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ലിവർ ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസ് എൻ്റെ grade 2 ആയിരുന്നു. അത് സപ്പോസ് ഐ ഹാവ് ടു ചെക്ക് ഇറ്റ് അഗൈൻ ആൻഡ് ഹൗ ഇറ്റ് ട്രാൻസ്ഫോംസ് ടു ബ്രിങ് ഡൗൺ ടു grade 1. അപ്പൊ grade 1-ലെ ഒരു ഇതെന്ന് വെച്ചാൽ definitely after 60, I feel that maybe after 100 days I can bring down to grade 1 fatty liver. Okay, so ഇതെല്ലാം നമ്മൾ നോക്കുന്നത് കാർഡിയോവാസ്കുലർ ചേഞ്ചസ് ഉണ്ടാക്കും, നമ്മൾ ആർട്ടറീസിലും ബ്ലഡ്സിലെയും പ്ലാക്ക് അക്യുമുലേഷൻസ് കുറയ്ക്കും, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, CVD ആൻഡ് സ്ട്രോക്ക്, ഇസ്കീമിക് സ്ട്രോക്കിന്റെ പോസിബിലിറ്റീസ് കുറയ്ക്കും. പിന്നെ ഉള്ളത് നമ്മുടെ ആർട്ടറീസിലെയും ബ്ലഡ് വെസൽസിലെയും ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യും. ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് there is a definite changes in the brain, kidneys and legs. So these are the cardiac protection and liver protection is an additional option. So ഈ ഇത്രയും ചേഞ്ചസ് നമുക്ക് 45 ദിവസം കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റിന് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 120 ദിവസം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചേഞ്ചസ് ചെയ്യാം. അപ്പൊ ഇതൊരു ബേസിക് ഫൗണ്ടേഷൻ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു വിസിബിൾ ചേഞ്ചസ് കൊണ്ടുവരാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് മുഴുവനും അബ്സോർബ് ചെയ്യാനുള്ള ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു മീഡിയമായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അതാണ് ഞാൻ എനിക്ക് കിട്ടിയ ഒബ്സർവേഷൻസ്, ഈ ഒരു ഷോർട്ട് പീരീഡിൽ കിട്ടിയ ഒരു ഒബ്സർവേഷൻസ്. ദാറ്റ്സ് ഓൾ. Thank you. Thank you. Thank you, sir. Thank you. Such amazing progress. Yeah, so prove that health truly begins from inside out. Yeah. Yeah. Great. Thank you. Okay, Anu, so anybody else to share their story? Mr. Ismail sir from Saudi Arabia. Yes, Please. Yes, sir. Please come forward. Yeah. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. ഞാൻ മുഹമ്മദ് ഇസ്മായിൽ, സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് കണക്ട് ആയിരിക്കുന്നു. വയസ്സ് 72. ഞാനൊരു 3 മാസത്തോളം ആകുന്നു ഇപ്പോൾ ഈ സിൻസിനോടെ ബാലൻസ് ഓയിൽ കൺസ്യൂം ചെയ്തിട്ട്. ഞാനിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഷുഗർ ഫാസ്റ്റിംഗ് ഷുഗർ 150-160 റേഞ്ചിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ 90-95 റേഞ്ചിലേക്ക് വന്നു. പിന്നെ ബോഡി ഫാറ്റ് നോർമലായിട്ട് എനിക്ക് വേണ്ടിയിരുന്നത് 20% ആണ്, പക്ഷെ എന്റെ 24%-25% നിൽക്കുമായിരുന്നു. ഇപ്പൊ ഇതിന് വന്നതിന് ശേഷം 19.5, 19.4 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്. പിന്നെ സ്കിന്നും മറ്റേ ബാക്കിയെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ഒരു ഗ്ലോ വെച്ചു. പിന്നെ ഹെയർ ഒക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇവിടെ പൊതുവെ സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മുടി കണ്ടമാനം കൊഴിഞ്ഞു പോകാറുണ്ട്. അതെനിക്കും കുറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോ നന്നായിട്ട് എന്റെ ഒറിജിനൽ മുടിയാണ്. അതിനകത്ത് അല്പം കളർ ചെയ്തിരുന്നല്ലാതെ മറ്റേ വിഗോ മറ്റൊന്നുമില്ല. മുടി നല്ല സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മുടിയാണ്. ഒരു
മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഇതൊക്കെ മാറി. പിന്നെ ബാക്കി ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതെല്ലാം എണ്ണി പറയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ ഞാൻ 20 വർഷമായിട്ട് ഞാൻ omega-3 സപ്ലിമെന്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്, ക്യാപ്സ്യൂൾ ഫോമിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നമ്മള് ബാലൻസ് ഡയറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഈ 120 ഡേയ്സ് കഴിയുമ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു 3:1 അതിൽ താഴെയോ എത്തൂ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പൊ ഞാൻ എന്റെ അറബിക് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചു. ഇപ്പൊ 3-4 പേര് അതിനകത്ത് ജോയിൻ ചെയ്തു. അത് ഇവിടുത്തെ വലിയ ബിസിനസ് ടൈക്കൂൺസ് ഒക്കെയാണ്, അവരൊക്കെ ജോയിൻ ചെയ്തു. അതിനകത്ത് ഏറ്റവും നമ്മുടെ ഹയസ്റ്റ് ക്വാളിറ്റി 4 ടൈംസ് പോളിഫിനോൾ ഉള്ള അതാണ് ഞാനിപ്പോ പുള്ളിക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. Very good, Okay. very good. Okay, that's all. Thank you so much. Thank you Okay. for my questions. Thank you, thank you, thank you. Incredible, amazing story, sir. So Nagaraj sir, yeah. So we have Nagaraj sir is with us. Nagaraj sir, please come forward and Yeah, please share your story. That would be, amazing, and so they all want to listen you because I have showed your result. good evening, everyone. Good evening. So, why I want to share my experience of using Gunguna is actually, as Mr. Shaji told, health is my first asset, biggest asset. Almost I've been spending around 35 to 40,000 rupees for what? For use of protein, fiber, vitamins, minerals, antioxidants, so on and so forth, including omega-3. I used to bring it from US and I have been using it. When one of my friends came to me, start using this balance oil, that is omega-3. Omega-3. I told him that I've been using, I don't need any omega-3 supplement. Then he asked me one question: is your omega-3 working? Yes, of course, it may be working. That means you are guessing it. You don't have any proof whether it is working or not. Then he told me, so far almost 14 years I have been using omega-3. Then he said, let me take the blood test. He took 2 drops of my blood and sent it to that Oslo, Norway. When I got the result, I wondered, I astonished, I could not sleep on that day because I was under the impression that everything is in balance. When I saw my report 74:1, I could not sleep. And in fact, my brother-in-law is a doctor. I showed him the report. He said, Baba, anytime you can get heart attack. Then I was thinking where I have been going wrong. I've been using all the nutrition, supplements, protein, fiber, vitamins, minerals, omega-3, everything. And also I'm doing exercise and I'm taking good sleep, everything. And along with that ionized water from Japan. Then he told me to use it for 4 months. I started using that product 4 months and 1 month that person did not give. So because of some reasons he was not in the station. I used it for 5 months. Then I took the second report. It has come down from 74:1 to 3.5:1. Then I have seen other parameters, other markers like protection value. It has gone up from 0% to 64%. So other parameters like omega-3 index, mental strength, cell membrane fluidity. So it has drastically improved. And one important observation my wife made, my skin is glowing. She identified and told skin elasticity is improved.
That is the best benefit. Even my mother was talking. Once in a while she see, once in 6 months or once in a year. She was telling, you look very handsome. So the product speaks. Because of that product, because it is a test-based nutrition, clinical nutrition. Okay. And I have gone through other products also, which are not available. I bought that, Xenobiotic from US. I have been using it. Probably company is releasing next month. And another one product, Extend Plus. That is nothing but mineral supplement. These are all 3 protocols for our health. And I have been all using the 3 products. And the product speaks. And my sugar level, because I was diabetic, I have the report. My HbA1c has come down from 13.9 to 6.1. I am out of medication. So that is the best result for me. Because diabetes is a silent killer. Now I am out of diabetes and I am out of medication also. It's a wonderful product. I want everyone to use these health protocols: balance oil, Xenobiotic, and Extend Plus. You will never go to the hospital in your lifetime. You will never ever go to the hospital in your lifetime. Why I am telling? Because I am a scientist. Everything is clinically proven. Okay. Please, everyone, I recommend to start using the product. Thank you. Thank you, Nagaraj sir. So thank you for sharing your story, and obviously your test results speaks louder than words. So thank you so much, everybody. So So next week I am getting my next test. wow, So very good. it was 3.5:1. I expect it will be below 3:1. Yeah. It will show green. It must be. That is my Yeah. expectation. And your protection value should be greater than 90% as Yeah, well. And the omega-3 100% index it has will to be improve good. 8% and above. Yeah. Yes, Great. yes. It Exactly. would have been improved now. Yeah. And next Definitely. month, we all having this opportunity to take the gut test as well. So next month onwards, for the first time in the world, in India, so Zinzino is introducing the gut health test. And also, Mr. Shaj sir, Yes. Mr. Great scientist, face totally changed. Below 10 years younger than last year, last 3 months. Yes. His face and everything, skin. Okay, thank you. Thank you. So, friends, before we close tonight, I want you to think about something very simple. ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ നമ്മള് എങ്ങനെ we were taught how to earn a living, but not learned how to live healthy. ഒരു സ്കൂളിലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. And we learned how to make money. പൈസ എങ്ങനെ ഉണ്ടാക്കണം നമ്മൾ പഠിച്ചു, but not how to make energy. We learned how to repair machines, but never how to repair ourselves. നമ്മൾ എങ്ങനെ സ്വയം നമ്മൾ റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ആരോഗ്യം പുനഃസൃഷ്ടിക്കണം എന്നൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. See, every one of us here loves someone deeply. നമ്മളൊക്കെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ പാർട്ട്ണറെ, നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. Now imagine, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 10 years from now, ഒരു 10 വർഷത്തിന് ശേഷം you are still strong, energetic, laughing, traveling and living freely, while the people around you are struggling with lifestyle diseases, pain and medications. Imagine what if you could change that future. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂച്ചർ നമുക്ക്
ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോവാതെ നമുക്ക് ആ ഒരു ഫ്യൂച്ചറിനെ നമുക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ, നമുക്ക് നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കൂടി ലൈഫിൽ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, ഹൗ വുഡ് ദാറ്റ് ബി? See, that is exactly what Zinzino gives you. Not a product, but a promise. ഒരു പ്രൊഡക്റ്റ് അല്ല ഇവർ നമുക്ക് നൽകുന്നത്, ഒരു പ്രോമിസ് ആണ്. എ പ്രോമിസ് ദാറ്റ് യു ക്യാൻ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഹെൽത്ത് ബിഫോർ someone else ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ജീവിതം ഒരു തേർഡ് പാർട്ടി നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യത്തിന്റെ, നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ നമുക്ക് തന്നെ എടുക്കാൻ സാധിക്കും. ആ ഒരു പ്രോമിസാണ്. And that promise, that you can lead by example, that you can become the first healthy generation in your family instead of the next sick one. കാര്യം ഞാനിത് പറയുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് കേരളത്തിൽ ഒന്ന് എടുത്തു നോക്കൂ. ഏത് വീട്ടിൽ നോക്കിയാലും പാരൻസ് ഒരു മെഡിക്കേഷനോ ചികിത്സയോ മരുന്നോ ഹോസ്പിറ്റൽസോ ഇല്ലാത്ത ആൾക്കാരില്ല. ആൻഡ് ദേ തിങ്ക് ദാറ്റ് ദിസ് ഇസ് നോർമൽ. എന്നിട്ട് അത് നോർമൽ ആയിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത്. This is not normal. This is abnormal, my dear friends. So tonight you have a choice. You can walk away and hope your health stays fine. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ കണ്ടു കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഇത് മറ്റുള്ള ഒരു പോലെ തന്നെ നമുക്കിത് ഒരു ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് ഇങ്ങനെ ഒരു ഓക്കെ ഹെൽത്ത് ഒക്കെ നന്നായിരിക്കും എന്നുള്ള ആശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓർ യു ക്യാൻ ടേക്ക് വൺ സ്മോൾ ടെസ്റ്റ് and know where you really stand. അതല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാം നമ്മൾ എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ആൻഡ് സ്റ്റാർട്ട് ഫിക്സിങ് ഇറ്റ് ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്. ഒരുപാട് വൈകുന്നതിന് മുമ്പ്, എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്കത് ഫിക്സ് ചെയ്യാനും സാധിക്കും. ബിക്കോസ് നത്തിങ്, ഒരു കാര്യം, അതായത് നമ്മുടെ ഒരു നോ ഡിഗ്രി, നോ കാർ, നോ ഹൗസ്, നോ മണി, നത്തിങ് മാറ്റേഴ്സ് ഇഫ് യു ഡോണ്ട് ഹാവ് ദി എനർജി ടു ലിവ്, to love and to love. So my request, don't wait for symptoms to knock on your door. ഒരു സിംറ്റംസ് വരാനായിട്ട്, ഒരു സിംറ്റംസ് വന്ന് നമ്മുടെ വാതിൽ വന്ന് മുട്ടി വിളിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. Be the one who starts the chain of wellness in your family. Take your test and start your health protocol. And when you do, നമ്മളിത് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക, you are not just improving your health. നമ്മൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, you are inspiring a generation. So thank you for being with us tonight. So see you next week, and go back with hope, with belief, and with a decision. Okay, to cultivate health, one test, one cell, and one story at a time. God Mr. bless Shai you sir. all. Thank you. Yes. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സർ. 15th നമുക്കൊരു ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ട് സാർ, അതൊന്ന് ഡിക്ലെയർ ചെയ്യണം. കേരളത്തിന്റെ എല്ലാ We have ജില്ലകളിലും those who wants to know more about this project, പുതുതായിട്ട് വരുന്ന ആൾക്കാർ. So if you want to learn something in person, we have an in-person meeting on 15th of this month. 15ാം തീയതി നമുക്കൊരു in-person meeting, ലൈവ് മീറ്റിംഗ് ഉണ്ട്. അത് കൊച്ചിയിലാണ്. ആൻഡ് ദ ഡീറ്റെയിൽസ് വിൽ ബി അനൗൺസ്ഡ്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകളുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന്റെ ഡീറ്റെയിൽസ് അനൗൺസ് ചെയ്യും, ഷെയർ ചെയ്യും. അത് 15നാണ്. അതൊരു ഫുൾ ഡേ ട്രെയിനിങ് ആൻഡ് ഒരു പ്രൊജക്ട് പ്രസന്റേഷനോട് കൂടിയുള്ള ഒരു മീറ്റിംഗ് ആണ്. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് വിൽ ബി ഇൻ ഹോട്ടൽ കൊറൽ ഐൽ, കൊച്ചിൻ. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് സ്പോൺസർ ചെയ്ത ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ സി യു ദർ. So next week same Zinzino Wellness Sunday നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ശുഭരാത്രി. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Thank you so much. Bye-bye. Thank you, Dr. Kamarudin sir and Ismail sir. Thank you for sharing. Nagraj sir, for sharing your amazing stories. Thank you.